അങ്ങനെ നമ്മളിവിടെ വന്നിട്ടൊരു മെട്രോൻ്റെ കാർഡ് ആദ്യമായിട്ട് എടുത്തു കേട്ടോ, അങ്കാരയിൽ നിന്ന്. ഇനി നമുക്ക് മെട്രോയിൽ ട്രെയിൻ കയറി പോയിട്ട് നമ്മൾ കൊനിയയിൽ പോകുന്ന ബസ്സിൽ കയറണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തുർക്കിയിൽ വന്നിട്ടൊരു ബസ് കയറുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇവിടെ ട്രെയിൻ ഉണ്ട് കേട്ടോ, രാത്രി തിരിച്ചു വരുമ്പം ട്രെയിനിൽ കയറാനാണ് പ്ലാന്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ നമുക്ക് ഇന്ന് എന്തായാലും നോക്കാം. അപ്പോൾ ബസ്സിലും ട്രെയിനിലും ആയിട്ട് നമ്മൾ കൊനിയയിലാണ് പോകുന്നത്, റൂമിൻ്റെ സ്ഥലത്തേക്ക്. റൂമി എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും, അതായത് ഫുള്ളും പണ്ട് പിന്നെ ഓട്ടോമാന് മുന്നേ ഉണ്ടായ ആൾക്കാരാണ് സെൽജുക്ക്. അപ്പോൾ അവരെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു റൂമി. ഈ അങ്കാര മെട്രോ കാണാൻ ശരിക്കും നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നല്ലോ, ലോഞ്ച് പോലെ ഉണ്ട് കേട്ടോ കാണാൻ. നല്ല കിടിലൻ സംഭവമാണ്. അപ്പോൾ നമ്മളെ കൊച്ചിയിലുള്ള മെട്രോ ഇതിൻ്റെ എല്ലാം ചെറിയൊരു ശതമാനം എന്ന് പറയല്ലേ. എന്നാലും നമുക്ക് അഭിമാനിക്കാമല്ലോ, കൊച്ചിയിലുള്ള കിടിലൻ മെട്രോ വന്നില്ലേ. പെട്ടെന്നൊരു എയർപോർട്ട് പോലെ തോന്നുമെങ്കിലും ഇത് മെട്രോ ആണ്. ഇനി നമുക്ക് കൊനിയയിൽ പോകുന്ന ബസ് കയറണം. അപ്പം ഞാൻ ശരിക്കും ഇവിടെ ഒരു സ്പീഡ് ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ എടുക്കാൻ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ. വണ്ടി എടുക്കാണ്ട് ട്രെയിൻ കയറി നോക്കുമ്പോൾ ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ അവസാനം ബസ് പിന്നെ ഫുൾ ടൈം ഉണ്ട്, അങ്ങനെ ബസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ട്രെയിൻ കിട്ടാൻ നോക്കണം. നമ്മൾ ഈ സ്റ്റോപ്പിൻ്റെ പേരെന്താടാ? അസ്തി ഗിരിസിയ. പുറത്തു പോരാ. അപ്പോൾ ഇത് അസ്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ബസ് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ മക്കളെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നല്ലേ, ഇത് തുർക്കി അങ്കാരയിലുള്ള അസ്തി എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. നമ്മൾ കോഴിക്കോട് എയർപോർട്ടെല്ലാം ഇങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് മാറാൻ കുറേ സമയമുണ്ട്, പക്ഷെ നമ്മൾ മാറാനായിട്ടില്ല. നോക്ക്, കറക്റ്റ് എയർപോർട്ട് തന്നെ. ഒരു സീറ്റ് എടുത്ത് പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. 350 ലിറയാട്ടാ ഈ ഒരു ടിക്കറ്റ്. ദിസ് ഈസ് കീറിപ്പോയി. കീറി എന്താ തുർക്കിഷ് പറയാ? നല്ല സൗണ്ട്. നമ്മൾ ബസ് കയറാൻ പോകുന്നുണ്ട്. നമുക്ക് വെള്ളം ജ്യൂസിനെ മേടിച്ചുവിടാം. ആ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ടിക്കറ്റ് കേട്ടോ. 350 ലിറയും എടുത്തിട്ട് നമ്മൾ 350 വെച്ചാൽ നമ്മൾ 700 ഉറുപ്പ്യാണ് ഇവിടുന്ന് കൊനിയയിലേക്ക് ബസ്സിൽ. അപ്പോൾ ബസ് കയറണം. 2:30 ബസ്, 2:25. എടാ ഇനി എന്താ പരിപാടി? ഓക്കെ ബൈ ബൈ, ശുക്രൻ. യൂട്യൂബ് ഐ ഹാവ് യൂട്യൂബ്. ഇൻസ്റ്റഗ്രാം പറയണ്ട. നമ്മളെ യൂട്യൂബ് ചെയ്യാതെ കാണാൻ പോകും. ദിസ് വൺ യാ ഓക്കെ ബൈ. എവിടെയാന്ന് ഇവിടുന്ന് വെള്ളം മേടിക്കാം? വെള്ളം ഇവിടുന്ന് മേടിക്കൂടാ? വെള്ളം ചെറിയ ജ്യൂസ് മേടിക്കാം. എവിടെയാ ബസ്? എവിടെയാ? ഇവളാട്ടോ എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്യുന്നത്. നിന്റെ പേര് വന്നേനു? നിന്റെ പേര് പറ, ചോദിക്കത് എത്രയാന്ന്. എവിടെ എന്ത് വെയിറ്റ് ചെയ്യണം? എന്ത് എന്ത് അത് ഇവിടെ ഉണ്ടടാ പുറത്തി. ആ ഇതെവിടെ ഇതാ ബസ്സിൽ കയറേണ്ടതായാലാ? തൽക്കാലം എന്തെങ്കിലും ഒരു ചെറിയ ജ്യൂസ് എന്തെങ്കിലും മേടിക്കാം. എക്സ്ക്യൂസ് മീ, ദിസ് വൺ. ഇനി 3.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തുള്ളൂ. അവർ വിഷന്ന് കുടൽ പൊരിയും. അപ്പം ഞാനൊരു ജ്യൂസ് എന്തെങ്കിലും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു. ഇത് 3 മണിക്കൂർ എടുക്കും കൊനി എത്താൻ. ഇത് നോർമൽ വലിയ ബസ്സാട്ടോ. ഞാൻ വിചാരിച്ചു മറ്റേ മെട്രോ ബസ്സല്ല. അധികം ഇല്ലല്ലോ, ഇതെന്തെങ്കിലും ചൂടെടുക്കുന്ന എ സി ഇടും. നല്ലൊരു ശ്വാസം പോടില്ല. തുറന്നു പോകുന്ന സുഖം അടിച്ചു പോകുന്നതിനില്ല കേട്ടോ. ഓക്കെ താങ്ക് യു. കുടിക്കാൻ ഇതിലാ എന്നിട്ട് നമ്മൾ പിന്നെ എടുത്തിട്ട് ഓരോന്ന് വാങ്ങിച്ചത്. ഇവിടെ ഫുഡെല്ലാം ഫ്രീ അതിൻ്റെ ഉള്ളിൽ. നല്ല ബസ്സാണല്ലോ. എന്നാൽ നമുക്ക് നാട് വരെ ഇழுത്ത് പോയാലോ? അപ്പോൾ അറബി
ഓക്കെ എന്നാൽ ഇൻഷാല്ല. എന്നപ്പോൾ ഞാൻ റെന്തിനോട് ബൈ ബൈ പറയുന്നത്. പോയി വന്നിട്ടാണ് കേട്ടോ. ഓക്കെണ, വെൽക്കം അസ്സലാം. അപ്പോൾ ഇതാ മക്കളെ ബസ്. ആദ്യമായിട്ട് ബസ് കയറി. ശരിക്കും എനിക്ക് ബസ്സല്ല, എനിക്ക് ട്രെയിനാണ് വേണ്ടത്. ഇതാണ് ടി വിയിലുണ്ട്, ഫുൾ സെറ്റപ്പ്. ഒരു ഫ്ലൈറ്റ് കയറിയ ഫീലാണ് കാണുമ്പോൾ. അപ്പോൾ നമ്മളിനി എനിക്ക് കിട്ടിയത് ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റ് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് കുലുങ്ങും, തലവേദന എടുക്കും. അപ്പോൾ വണ്ടിയും വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് യാത്ര ചെയ്യാൻ വന്നത്. നമ്മളിപ്പോൾ യു എയിലുള്ള കുറേ ബസ്സുണ്ട്, അതായത് അബുദാബിയിൽ നിന്ന് മറ്റേ ദുബായിലും പോകുന്ന ബസ്സുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ടി വി ഉണ്ടോയെന്ന് ഓർമ്മയില്ല, അതിൽ ഒറ്റ പ്രാവശ്യം ഞാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്സാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സംഗതികളുണ്ട്. അവരിപ്പം 2:30 ബസ് എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കണമെങ്കിൽ 3 മണിയാവും തോന്നല്ലോ. ബസ് എടുത്ത് ഇതാണ് ഇവിടുത്തെ വലിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇതാ വണ്ടിയിൽ ബസ്സിൽ നമുക്ക് കോഫി ഉണ്ട്. അപ്പോൾ അയാൾ പാക്കറ്റ് ഉണ്ട്, എന്നിട്ട് പൊളിച്ച് വെച്ചാൽ ഇത് വെള്ളം വെച്ചു അങ്ങനെ നമുക്ക് കോഫി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് സാധനം വാങ്ങിയിരുന്നു കേട്ടോ, ബ്രെഡും ബന്നും ബിസ്ക്കറ്റും തക്കാളത്തും. സൂഫി ഡാൻസ് കാണാൻ വേണ്ടി നമ്മൾ രണ്ടാളും ട്രാമിൽ കയറിയിട്ട് പോകാൻ പോകാം. അപ്പോൾ ട്രാം വന്ന് അലാദീൻ അത് സ്ഥലത്തിന് വരാം. ഇസ്തംബൂൾ കഴിഞ്ഞിട്ട് രണ്ടാമതായി ട്രാമിൽ കയറുന്നട്ടാ. ഇത് വിളിക്കാൻ പറയണല്ലോ. കാർഡ് ചെയ്യണ്ട, അത് അവിടെ മതി. ഓക്കെ, ഇതിങ്ങനെ വെക്കാൻ വീട് കൊടുക്കല. ഈ പുറത്തെ പാർക്ക് ഏതാണ്? ഇത് ഇവിടെ കാണുന്ന പാർക്ക് വേണം. ഇവിടെ കുറേ പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവര് വല്ലാണ്ട് ഈ മരങ്ങൾ വെച്ചിട്ട് ചെയ്യുമല്ലേ. കുറച്ചും കൂടെ ഒരു പച്ചപ്പ് പോലെ തോന്നുന്നു. അങ്ങനെ നമ്മളിവിടെ കൊനിയിലെ അലാദീൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. ഇവിടുന്ന് കയറിയിട്ട് സഫീർ കഴിഞ്ഞ് ഹുക്കുമത്ത് കഴിഞ്ഞ് മെവുലാന കഴിഞ്ഞ്, അത് മൗലാനയാണ് അല്ലേ, അതിൻ്റെ വേറൊരു വാക്ക്. ഹുക്കുമത്ത് നമ്മളെ ഹുക്കുമത്താണ് ഹുക്കുമത്ത്. പിന്നെ മൗലാന കുത്തു മർക്കസ്, അതാണ് നമുക്ക് അറിഞ്ഞത്. ഓക്കെ, നിങ്ങളെല്ലാം ഭയങ്കര സംഭവം. ഇങ്ങനെ തുർക്കിഷ് ഭാഷ പഠിക്കുന്നത്? ഞാൻ തന്നെ ഇവിടെ 15 ദിവസമായിട്ട് ആകെ പഠിച്ചത് എന്തേലും സൂ പഠിച്ചിന്, വെള്ളം ഒരാഴ്ച മരിക്കട്ടെന്ന് വെച്ചിട്ട്. പിന്നെ നീ പഠിച്ചറിയാം ആബി, അത് ബ്രദറിനെ. പിന്നെ പാർദോൾ, പിന്നെ ഹോഷ്കാൽദിൻ, പിന്നെ കുപ്പേക്ക് പട്ടി, അതൊരു ചെറിയാന്നറിയാം. ഇത് സുൽത്താൻ സലീം ജാമി, അതാണ് മെവ്ലാനയുടെ പള്ളി. അതിന്റെ ഉള്ളിലാണ് മ്യൂസിയം. ബേക്കിലാ റൂമി, ഫ്രണ്ട് താരാ. ഇത് സുൽത്താൻ സലീം ജാമി, ഇതൊരു പള്ളിയാണ്, ഫേമസ് പള്ളിയാണ്, കുറച്ച് പഴക്കമുള്ള. വാവ്, ഇത് കറക്റ്റ് കാണുമല്ലോ. ഇവിടുത്തെ പള്ളികളെല്ലാം വേറെ ലെവലാലേ. ഇതുപോലത്തെ പള്ളിയൊന്നും എവിടെ ഉണ്ടായിട്ടില്ലേ. ഇവരെ ആർക്കിടെക്ചർ ഒരു പ്രത്യേകതയാണ്. ഇതാണ് മൗലാന കുൽത്തൂർ മർക്കസ്. ഇവിടെ നിന്നാണ് ഇവര്. റെഡിയായ? ഇല്ലടാ, ഓഫായിട്ടില്ല. നമ്മളങ്ങനെ റോഡ് കടന്നിട്ട് ഈ സൂഫി ഡാൻസ് കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ.
ഇവിടെ നിന്നാണ് ഇവരെല്ലാ ശനിയാഴ്ച ഇവിടുത്തെ ഗവൺമെൻറ് വെക്കുന്ന ഒരു പരിപാടിയായത്. അപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം കാണാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണിത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. 7 മണിക്ക് തുടങ്ങും, 7:15. ട്രാമിലും ബസ്സിലെല്ലാം കയറി വരുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായി. ഞാനും ഫാത്തിമ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പം നമ്മളിപ്പം കൊനിയയിലെത്തി. തുർക്കി കൊനിയയിലുള്ളത്. സൂഫി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ലോകത്തിലെല്ലാ ആൾക്കും അറിയുന്ന ഏകദേശം 1000 വർഷം മുമ്പ് ജീവിച്ച ഒരാളാണ് ജലാലുദ്ദീൻ റൂമി. അപ്പോൾ ജലാലുദ്ദീൻ റൂമിൻ്റെ നാടാണ് നമ്മളിപ്പോൾ ഉള്ള കൊനിയ. അപ്പോൾ ഈ ശനിയാഴ്ച ഇവിടുത്തെ എല്ലാ ശനിയാഴ്ചയും ഇവിടുത്തെ ഗവൺമെൻറ് സൂഫി ഡാൻസ്, നമ്മളെപ്പോഴും കാണുന്ന തൊപ്പി വെച്ചിട്ട് പല സിനിമകളിലും കാണുന്ന ആ സൂഫി ഡാൻസ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം 7 മണിക്ക് തുടങ്ങും. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡാൻസാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം കേട്ടോ. മെവ്ലാന കുൽത്തൂർ മർക്കസി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കയറുമ്പോൾ തന്നെ കുറേ ഖുർആൻ്റെ വലിയ വലിയ പഴയ വചനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാനുള്ള ഇതെന്താ ബില്ല്? 250 കേട്ടോ ഒരാളെ പൈസ. തന്നെ ഡിസ്കൗണ്ട് എല്ലാം ഉണ്ടോ? വല്ലാത്തൊരു സ്പിരിച്വൽ എഫക്റ്റാണ്. എൻ്റെ മറ്റേ ഫോൺ എടുത്തു.
Niyazımız dergâh-ı izzette makbul ola. Allahu Azimüşşan ismi zatına nuriyle kalbimizi bir nur ve mutahhar kılar. Demler, safalar ziyade ola. Kulü aşık. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഫാത്തിമ ഇവിടെ ഏകദേശം ഒരു 6 കൊല്ലം ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ സൂഫിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ശരിക്കും എന്താ ഇപ്പം നമ്മൾ കണ്ട കുറച്ച് ആൾക്കാരില്ലേ, അവർ ആ കറങ്ങുന്ന 1 മണിക്കൂർ അവർ വേറെ ലോകത്തേനും. നമ്മളൊക്കെ ആണെങ്കിൽ ആ കറങ്ങിയപ്പോട് ബോധം കിട്ടുപോകും. പക്ഷെ അവർ അതേ സൂചി തന്നെ കറങ്ങി അല്ലേ. ഇത് സൂഫിസം എന്ന് പറഞ്ഞ സന്യാസമാണോ? അല്ലല്ലോ, സന്യാസമല്ല. അതായത് ഇവര് അള്ളാഹിലേക്ക് അടുക്കാനായിട്ട്, അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു റൂമിലേക്ക് അവർ കയറുകയാണ്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 4 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് വെച്ചിട്ട് ഇവര് പറയാണ്, ഒന്നാമത്തെ ഇതില് കുറച്ച് ഒന്ന് അടുത്ത് കിട്ടും, അതായത് ആ ഇതിലേക്ക് ഇറങ്ങി കിട്ടുക, ആ ഒരു അന്തരീക്ഷത്തിലേക്ക്. രണ്ടാമത്തേല് കുറച്ചും കൂടെ എടുക്കുക, മൂന്നാമത്തേല് കുറച്ചും കൂടെ എടുക്കുക, നാലാമത്തേല് ഏറ്റവും മുകളിലെത്തുക. അതാണ് ലാസ്റ്റ് കുറച്ചും കൂടി സ്പീഡായിട്ട് അവർ ഇതാക്കിയത്. ഓക്കെ, ഈ ഹോജ എന്ന് പറയുന്ന ആള് നടുക്കുള്ള അവരാണ് ഇതിന്റെ പണ്ഡിത, ഇതിന്റെ മെയിൻ ആണ്, ടീച്ചറാണ്. പഠിപ്പിക്കുന്നതും എങ്ങനെയാണ് ഇതിലേക്ക് പറഞ്ഞെത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറാണ്. അപ്പൊ ഒരു വേറൊരു ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരു മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഇവരുടെ ടീച്ചർ. അതായത് മറ്റേത് ഏറ്റവും വലിയ മാസ്റ്റർ എന്ന് പറയാം. ഞാൻ ശ്രദ്ധിച്ച വലിയൊരു കാര്യം, ഇവരെ കാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. 1 മണിക്കൂറാണ്, അത് 1 മണിക്കൂറാണ് അവർ കറങ്ങിയത്. ആ കറക്കത്തില് തലയിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് അവർ വേറെ ലോകത്തേക്ക് പോയി. ശരിക്കും പറഞ്ഞാല് അവർ പോലും അറിയാണ്ട് അവരെ ആത്മാവ് ഇങ്ങനെ വേറെ സ്ഥലത്ത് പറിച്ച് പോയ ഒരു ഫീലായിരുന്നു അത്. കുറേ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ സൂഫി ഡാൻസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് തുർക്കിയിൽ നമ്മൾ ഓട്ടോമാൻ ചരിത്രമെടുക്കാൻ ഞാൻ തുർക്കി വന്നത്. അപ്പോൾ തുർക്കി വന്ന സമയത്ത് ഇവിടെ കൊനിയ ഇത്രയും ദൂരം താണ്ടി വന്നത് ഈ ഒരൊറ്റ സൂഫി ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാത്തിമ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും ആ വീഡിയോ ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം തന്നെ ആ വീഡിയോ ഫസ്റ്റ് നോക്കുക. അവർ കാല് നോക്കുകയാണെങ്കിൽ കാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നില്ല. 1 മണിക്കൂർ അവർ കണ്ണും പൂട്ടി കറങ്ങുന്നു. നമ്മളെല്ലാം കറങ്ങിയ തലകറങ്ങി ആടെ 2 സെക്കൻഡ് കൊണ്ട് പോകും. പക്ഷെ ഇവർ പുറത്ത് നടക്കുന്നൊന്നും ഈ മ്യൂസിക് പോലും അവർ കേൾക്കുന്നുണ്ടാവില്ല. ഇവരിങ്ങനെ ഈ എന്താ പറയുക അള്ളാഹുലേക്ക് അടുത്ത് ഇങ്ങനെ ഒരു മണിക്കൂർ വേറെ ലോകത്ത് ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു ഹിപ്നോട്ടിസം പോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടു. ഇതാണ് ജലാലുദ്ദീൻ റൂമിൻ്റെ പള്ളി ഉണ്ടോ. ഇത് രാവിലെ തുറക്കുള്ളൂ, നമുക്ക് രാവിലെ പോയിട്ട് കാണണം. രാത്രി ഈ പള്ളി കാണാൻ എന്താ രസം. മൂപ്പരെ ഖബർ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗത്താണ് ഫുള്ള് നീല കണ്ട നീല കുബ്ബയാക്കി വെച്ചത്. സെൽജുക്ക് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാൻ്റെ കാലം മുന്നേ ഭരിച്ച കുറച്ച് എംപയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ പേരിലാണ് ആ കാലത്താണ് റൂമിൽ ജീവിച്ചത്. അപ്പോൾ ഇതും ഓട്ടോമാൻ്റെ പള്ളി പോലെ തന്നെയാണ്. നോക്കി എല്ലാത്തിൻ്റെ മിനാരങ്ങൾ കാണാൻ ഒരുപോലെ. രാത്രി എന്ത് രസമല്ലേ ഈ പള്ളി കാണാൻ, ഫുള്ള് ലൈറ്റിട്ടിട്ട്. ഇതാണ് മ്യൂസിയം. നമുക്ക് രാവിലെ വരേണ്ട സ്ഥലം ഇത്. പള്ളി മിനാരങ്ങളിൽ നോക്ക്. ഇവള് പറയുന്നത് ഇവിടുത്തെ മൗലാന ഷക്കീർ വാങ്ങിക്കുക. നമ്മൾ അങ്ങനെ ഈ റൂമിലെ കൊനിയയിലെ സ്ഥലം ഫുള്ള് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട്. ഏതാ മൗലാന ഷക്കീർ? ഇതാ ഇതല്ലേ ജലാറ്റിന്റെ? അത് തിന്നോക്കണം. 25 രൂപയിന് അന്നാ അത് തരാൻ പറ. എന്തായാലും തിന്നോക്കാം. ഇവള് കൊറേ സമയം കൊണയില്ലാത്ത സാധനം മേടിക്കാൻ പറയുന്നല്ലേ. നല്ല രസമുണ്ട് ഈ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കാൻ. രാത്രി നോക്കിയോട്ടെ ഇഷ്ടം പോലെ ആൾക്കാരും കുറെ സാധനം. ഈ മൗലാന ഷക്കീർ ഇന്നായിട്ട് ഇതും കൈപ്പോണ്ട. മൗലാന ഷക്കീർ ഷാക്കിറാ ഏതാ? ഓ ബാക്കി പൈസ നീ എടുത്ത്. ഏതാ മൗലാന ഷക്കീർ? പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ പോകണമെങ്കിൽ നമ്മൾ ബസ്സും മറ്റേ ഇതെല്ലാം കയറി പോകണം. അപ്പോൾ നടന്നു പോകേണ്ട പരിപാടിയാ. നമ്മളൊക്കെ തിന്നണം, വിശക്കുന്നുണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ട്, പക്ഷെ അത് സമയമെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്തുമ്പോൾ 11 മണിയാവും. ഓ ഇതാണ് ഇവരെ ചന്ത കേട്ടോ. ഓഹാ നോക്കിയേട്ടാ, ഇത് ശരിക്കും നോമ്പിനല്ലേ ഇങ്ങനെ ആക്കുക. ഞാൻ ഇറാഖിൽ പോയാലോ കഴിച്ചിട്ടില്ല. ഇറാഖിൽ പോയാൽ ഇങ്ങനത്തെ കുറേ സണ്ടേനു. ഇവിടെ ചന്ത കേട്ടോ. ഇത് നമ്മളെ മിഠായി തെരുവ് പോലെ. ഇനിയിപ്പോൾ രാവിലെ തുറക്കുള്ളൂ. മോന്തിക്കകത്ത് അവർ ഓൾറെഡി പൂട്ടി കഴിഞ്ഞ്. പിന്നെ എല്ലായിടത്തും ഈ പറയുന്ന പോലെ കൊനിയയിൽ മാത്രം നമ്മൾ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ മുസ്ലിങ്ങൾ കുറേ സംഭവം ഉള്ളത്.
അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം. ഒന്നും എടുക്കാണ്ട് ഇവിടെ വന്നേനെ. അങ്ങനെ ഒരു ബ്രഷ് വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. നല്ല തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. ചെറുങ്ങനുണ്ട്. ഇതെങ്ങനെ അപ്പുറത്ത് കിടക്കുക കഷ്ണം പെരുട്ടൂടെ. വഖഫ് മാത്രം എനിക്ക് മനസ്സിലായി കേട്ടോ. വഖഫിൻ്റെ കോളേജാണെന്നാണ് ഇവള് പറയുന്നത്. ശരിയാണ്. എന്നാലും ഇവിടെ നിന്ന് സമ്മതിക്കണം കേട്ടോ. ഗൾഫിലെല്ലാം നമുക്ക് ഏതെങ്കിലും മലയാളീസിനെ കാണും. ഇത് ഇവള് മാത്രം മലയാളിയായിട്ട് ഈ ഒരു ഹോസ്റ്റലിലുള്ളൂ. 6 കൊല്ലം ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാന്ന് പറഞ്ഞ പാത്തു ചില്ലറ സാധനമല്ല കേട്ടോ. എൻ്റെ അതിനെന്താ പറയാ, മനക്കെട്ടി ഭയങ്കര. ഞാനാണ് വ്യത്യാസം ഇടുന്ന ഓടിക്കളി. ഇവിടക്ക് കാടുണ്ട്. കാട് നിൽക്കണ്ട, എനിക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ ഷിഫ്രനോ ഇവിടെ എന്തോ പിടിച്ച് നിൽക്കണായിരിക്കും. ഓള് കൈ വെച്ചോട്ടാ കയറാൻ പറ്റും. ഓള് അങ്ങോട്ടാണ് നമുക്ക് ഹോസ്റ്റലിനുള്ളിൽ കാണാം കേട്ടോ. ഇവിടെ ഹോസ്റ്റലിൽ 600 റുപ്യ പറയുന്ന കേട്ടോ ഒരു ദിവസം നിൽക്കാൻ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട് നാജി NAA. അങ്ങനെ പറഞ്ഞ അതിന്റെ ലെറ്ററിന്റെ അവര് തുർക്കിഷ് ഭാഷ ആയിരിക്കൂലേ, അപ്പൊ വ്യത്യാസം അയച്ചു കൊടുത്ത നബീലക്കല്ലേ എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ എനിക്ക് ഓൾറെഡി അയച്ചത്. അതല്ല അവൾക്ക് കാട്ടെടുക്കാനാ. അങ്ങനെ നമ്മൾ ഇന്നിവിടെ ഉറങ്ങണം. പൈസ 600 റുപ്യ പറയുന്നുണ്ട്. സാധാരണ ഒരു ഹോട്ടലിന്റെ പൈസ തന്നെ ആയി. ഗുഡ് മോർണിംഗ് ഫ്രം കൊനിയ. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ തന്നെ മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങി. ഞാൻ ഇന്നലെ താമസിച്ചത് ഇവിടെ പാത്തുവിൻ്റെ ഹോസ്റ്റലിലാണ്. ഇവിടെ വേറെയും കുറേ രാജ്യത്തെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അവർ എനിക്ക് നൂഡിൽസെല്ലാം ഉണ്ടാക്കി തന്നു. ഇന്നലെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണമെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ മ്യൂസിയത്തിൽ പോകാൻ വിചാരിക്കാത്തൊരു നിൽക്കല. അതുകൊണ്ട് ബ്രഷെല്ലാം വാങ്ങി നിന്നല. ഇനി നേരെ നമ്മൾ മ്യൂസിയത്തിൽ പോയിട്ട് നമുക്ക് റൂമിൻ്റെ കുറേ കാര്യങ്ങൾ ഇന്ന് കാണാനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകാം. ഇത് ഇന്നലെ വാങ്ങിയ തൊപ്പിയാട്ടോ. അതായത് ഞാൻ ഓരോ രാജ്യത്ത് പോയാലും അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സാധനം വാങ്ങിക്കും. അപ്പോൾ നമ്മൾ തുർക്കിയിൽ വന്നിട്ട് വാങ്ങിയത് ഈ കൊനിയയിൽ സോഫിൻ്റെ ഈ ഒരു തൊപ്പിയാണ്. അപ്പോൾ ഇത് ഓർമ്മിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഒന്നാമതേരി ഞാൻ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഈ സാധനം എവിടെ വെച്ച് മറന്നതിനും കിടങ്ങാറാവും. വണ്ടി എടുക്കാണ്ട് വന്നതല്ലേ, വണ്ടി അങ്കാരയിൽ വെച്ചിട്ട് വന്നേ. അപ്പോൾ ഞാനും പത്തും കൂടി നേരെ ഇവിടുത്തെ സ്റ്റുഡിയോ അല്ല എന്തെങ്കിലും മ്യൂസിയത്തിൽ പോയിട്ടായിരുന്നു. നമ്മളങ്ങനെ ഇവരെ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. എല്ലാം ഉറങ്ങുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും ഇവിടെ സ്കൂളും മറ്റേ കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉറക്കത്തോ. ഭയങ്കര വൃത്തിയാട്ടോ. നമ്മൾ ഇന്നലെ ഇതിനിടയ്ക്ക് ശതൻ്റെ ഒരു ഹോസ്റ്റലിൽ പോയി. ഇവിടെ എല്ലാവരും വന്നത് സ്കോളർഷിപ്പിലാണ്. ചില ആളുകൾ മാത്രമാണ് സ്കോളർഷിപ്പ് അല്ലാണ്ടുള്ളൂ. പാത്തുമൊക്കെ എങ്ങനെ ഇത് കിട്ടിയത്? +2 എന്ത് ചെയ്ത് എക്സാം എഴുതിയിട്ട് സ്കോളർഷിപ്പ് അവർ ഇന്റർവ്യൂ അങ്ങനെ വന്നത്. അപ്പോൾ ഒരു 5 വയസ്സ് ചിലവില്ല. താമസം, പഠിപ്പ് എല്ലാം ഫ്രീ ആണ്. അത് എല്ലാ രാജ്യത്തിനും ഒരു തുറന്നു കൊടുക്കുന്ന സംഭവം. എല്ലാ രാജ്യത്തിനും ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ മാർക്ക് അടിസ്ഥാനത്ത് നോക്കിയിട്ടല്ലേ? അപ്പൊ എനിക്ക് +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +2 95% മാർക്ക് ഉള്ളത് കൊണ്ടാണ് പാത്തോന്നിടെ കിട്ടിയിട്ടുണ്ടാവും. എല്ലാം സംഭവം. ഇതാണ് ഇവരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ 2 ടൈമിലെ ഭക്ഷണമുള്ളൂ, രാത്രിയും അതുപോലെ തന്നെ രാവിലെ. രാത്രി ഒരു പുലാവ് ഉണ്ടാകാൻ, രാവിലെ ഇങ്ങനത്തെ സാധനം. ഉച്ചയ്ക്ക് ചോറൊന്നുമില്ല. അപ്പോൾ ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം സ്കോളർഷിപ്പിൽ ഒരു ചിലവും ഇല്ലാണ്ട് ഇവർക്ക് ഡിഗ്രിയും PGയും സംഭവങ്ങളെല്ലാം പഠിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാളും ഇറങ്ങി. ഇനി നമുക്കൊരു ടാക്സി പിടിച്ചിട്ട്, ഇവിടെ ബസ് ട്രാമെല്ലാം പിടിച്ചാൽ അധിക സ്ഥലത്ത് പോകാൻ പറ്റും. സ്ഥലങ്ങളെല്ലാം കാണണം. ഓക്കെ, ഇവിടെ കൈവച്ചാലട്ടോ നമുക്ക് പോകാൻ പറ്റും. രാവിലെ ഒന്ന് തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഇങ്ങോട്ടേക്ക് വരുമ്പം കുറച്ച് ചൂടേനു, പക്ഷെ ഇപ്പം രാവിലെ കുറച്ച് തണുപ്പായി. ഒരു അങ്കാരി അത്യാവശ്യം തണുപ്പുണ്ട് രാവിലെ. അങ്ങനെ നമ്മളൊരു ടാക്സി എടുത്തിട്ട് നേരെ വിടാമെന്ന് വിചാരിച്ചേ. ഇനി ബസ് വരാൻ നിന്നാൽ സമയം ഉണ്ടാവില്ല. ഇനി ആദ്യം ചോദിക്കേ മ്യൂസിയം വരെ എത്ര പൈസ? yanlarına falan sen nereye kadar götürdün evladı? Nalçacı mı? En yakın Nalçacı'ya bırakabilir. Nalçacı mı? Havzan tarafı da kapalı değil mi? Geç. Kapalı.
3'e kadar, saat 3'e kadar kapalı. Anladın mı? Oradan telefonu açıktır belki. Oradan da gözüküyor. എന്താ പറയുന്നേ? Narendi ഇന്ന് aldan മാരത്തോൺ açığa ഉള്ളതുകൊണ്ട് aldı. വഴികളൊക്കെ അടച്ചിട്ടാണ് അത്രേ. അപ്പൊ എങ്ങനെയാ പോവാ? O taraftan götürüyor. എനിക്ക് ട്രെയിൻ ഉണ്ട്, തിരിച്ചു പോകണ്ടേന്ന് പറ. Zafer kapalı zaten. Zafer zaten kapalı. Şeyden getirdim. Macı pazarından. അപ്പൊ ട്രാമോ? Açıksa işte kapalıysa bir de ട്രാം അവിടെ നിന്നുണ്ട്, മറ്റേ റൂട്ടിലേക്കുണ്ട്, ഇവിടെ നിന്നുള്ള റൂട്ടിലേക്ക് ഇവിടെ എത്ര ദൂരം ഉണ്ട് മൗലാന വരെ? നടക്കാൻ പറ്റുമോ? കുറച്ചുണ്ട്. എത്ര മിനിറ്റ്? ബസ്സിനാണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും. ബസ്സും ഇല്ല ഇന്ന്. ഇന്ന് ബസ് കാണിക്കുന്നില്ല. ബസ് അപ്പൊ ഇന്ന് ഇവർക്ക് പോകാൻ എന്താ പ്രശ്നം? അവർക്ക് അവിടം വരേക്ക് പോകാൻ പറ്റൂല അത്ര, അവിടെ അടച്ചിട്ടിട്ടാണ്. അപ്പോൾ ഇന്ന് ആരും ടാക്സി ഓടൂല? കാറുകൾ പോകുന്നുണ്ടല്ലോ. കാറുകൾ പോകുന്നുണ്ട്, ആ റൂട്ടിലേക്ക് പോകില്ല അത്ര, നമ്മൾ പോകുന്ന റൂട്ടിലേക്ക്. അപ്പൊ നമ്മൾ എന്താ başka ചെയ്യുക? yol yok mu abi? bir deneyelim isterseniz. Gidelim. Avzan'dan bir deneyeceğim. Oraya geçmedim ben. Açık veya kapalı bilmiyorum. Tamam. Yani ഏറ്റവും അടുത്ത റൂട്ടിലേക്ക് വല്ല ഇറക്കി ഇട്ടാൽ നമുക്ക് അങ്ങനെ നടക്കാം. ആ ഓക്കെ, അത് മതി. അവിടെ എത്രയാവും ചോദിച്ചു നോക്ക്. ne yapalım? ഒരു ഏപ്പാണ് എത്ര? അവിടം വരെ ഇപ്പൊ ഏറ്റവും അടുത്ത സ്ഥലത്ത് വരെ കൊണ്ടുപോകുള്ളൂ. എത്ര പൈസ? അറിയത്തില്ല, നോക്കണ്ടേ. കുറെ പൈസ വാങ്ങരുതെന്ന് പറ. ഷോയ് ആകെ ഒരു ഷോയ് ഞാനുണ്ട്. മക്കൾ ഈ പാപ് ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ വിചാരിക്കാണ്ട് ഈ ഒരൊറ്റ മ്യൂസിയം കാണാനാണ് ഞാൻ ഇന്നലെ ഇവിടെ നിന്നത്. ഇവിടെ ഹോസ്റ്റലിൽ 600 ഉറുപ്പ്യം കൊടുത്തിട്ട്. ഇപ്പൊ നോക്കുമ്പോ ഇവിടെ എന്തോ മാരത്തോൺ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ റോഡും ക്ലോസ് ആക്കിയോണ്ട് ഇവര് പോകുന്നില്ല. അതാണ് റസ്മി. ക്ലോസ് ആക്കിയോണ്ട് ഇവര് പോകുന്നില്ല എന്ന് പറഞ്ഞ അവസാനം കൈയും കാലം പിടിച്ചാലോ ഇവിടെ അടുത്ത് നമ്മളെ കൊണ്ടേ വിടാന്ന് പറഞ്ഞു. അണക്കാണെങ്കിൽ 12 മണിക്ക് നമ്മൾ ട്രെയിനും വരും, അതും സ്പീഡ് ട്രെയിനാണ്. പിന്നെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റൂല. ഇന്നലെ ബസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തലവേദന എടുത്തിട്ട് ആകെ പണിയായി. വണ്ടി ഇല്ലാണ്ട് ആദ്യമായിട്ട് പോകുന്ന സ്ഥലം കേട്ടോ കൊനിയ. അങ്ങനെ മൂപ്പര് കൊണ്ടേ വിടാന്നെല്ലാം പറയുന്നുണ്ട്. നോക്കട്ടെ. പിന്നെ പാത്ത് ഭയങ്കര തുർക്കിഷ് ഭാഷ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ ഓള് പറയുന്നത്? ഇവര് ഭയങ്കര സിഗരറ്റ് വലിയ അല്ലേ? 24 മണിക്കൂറും കുറച്ച് ഗ്ലാസ് ആത്താം. ശ്വാസകോശം സ്പോഞ്ച് പോലെ ആവുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുക. ഓ ആ പോലീസ് എല്ലാ റോഡും ക്ലോസ് ആക്കി. ഇവരെന്ത് പണിയാ ചെയ്തേ? എടാ ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? ദുബായിലാണ് നടത്തലുണ്ട്, ശരി തന്നെ. ട്രാഫിക് പോലീസ് കണ്ട ഇവിടുത്തെ പോലീസിന്റെ വണ്ടിയാണ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒന്നും എടുക്കാൻ കഴിയില്ല, കാരണം ഡ്രൈവ് ചെയ്യുമ്പം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പം കത്തില്ല. പഠിച്ചോനെ ഇനി എപ്പോഴാണ് ഈ മ്യൂസിയത്തിൽ എത്താനുള്ള പോലെ. ഇയാൾ ഈ ഫോണാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇത് ഇവരെ ടാക്സിന്റെ ഫോണാന്ന് തോന്നുന്നത്. അവിടെ ഒറ്റയടിക്ക് 48, 51 തുടക്കുന്നതിന് 40. ഈ മീറ്റർ ഉണ്ടാ പൈസ കുതിച്ചു പോയിന്ന്. കയറുമ്പോ 48. അതെന്താ കയറുമ്പോ 30 അല്ലോ 48 ആക്കിയ പൂജ ആക്കൂല. എല്ലാം ഐഡിയ ആണല്ലോ ഇവരത്. നമ്മൾ കടന്ന് ഇറങ്ങിയിട്ട് Tren yolu var ya, istasyon eski. Oradan deneyeceğim. Hayır abi, onu demiyorum da Beni de tutmaya. അണേ നിന്റെ പേരെന്താ? നിങ്ങൾ തുർക്കി ഭാഷ ചോദിക്കാം. sizin adınız Ali. സിസിൻ ആബിസിൻ Ali. അലി ഓക്കെ ഓക്കെ. My name is Ali. ഓക്കെ ഓക്കെ. യു നോ ഇംഗ്ലീഷ്. ശുക്രൻ. You speak English? Yeah. Turkish language very difficult. I can't speak. İnşallah. İnşallah deneyeceğiz. Senin için deneyeceğiz yolu. ഞാൻ പറയുന്നല്ലേ ഇവള് തർജ്ജമ. ബസ്സുകളും എടുക്കുന്നില്ല ആ Senin റൂട്ടിലേക്ക്. için bakacağım. അപ്പൊ എന്തായാലും നമ്മള് ടാക്സി തന്നെ എടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ അവിടെ അടുത്തെവിടെയെങ്കിലും ആക്കി തരാന്നാണ് പറഞ്ഞത്. ഇയാളോട് പൈസ കുറച്ച് കുറക്കാൻ പറ. ഇതെന്താ ഇങ്ങനെ മറ്റേ റോക്കറ്റ് വിട്ട പോലെ ഇവരെ പൈസ പോകുന്നു റബ്ബേ. അങ്ങനെ നമ്മള് 170 ലിറ കേട്ടോ കൊടുത്തത്. ഏകദേശം 400 ഉറുപ്പ്യ നമ്മൾ കൊടുത്ത് ഒരു സെക്കൻഡ് നടന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിട്ട്. ഇനി ഇവിടുന്ന് നമ്മള് വേറെ പോണോ? ഓക്കെ ബൈ ബൈ ശുക്രൻ. ഇനി വേറെ വണ്ടി പോണോ? അല്ലല്ല, നടക്കണം ഇനി. എത്തി നമ്മള് എങ്ങോട്ട് നടക്കണ്ടേ? റോഡ് ഫുള്ള് കാലിയാട്ടാ. ഇന്നിവിടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാ നമ്മൾക്ക് ഇതിലൂട്ടിയാ വന്നാൽ എന്തൊരു പൈസയാടാ. 3 കിലോമീറ്റർ ഇത്ര പൈസ നമ്മളിനി എത്തിക്കില്ല കേട്ടോ. കാരണം കുറേ പോയില്ലെങ്കിൽ ഇന്നും ബസ്സും ട്രാമൊന്നും ഇല്ല ഇവിടെ. മറ്റേ
എന്താ പറയുക മാരത്തോൺ ആയതുകൊണ്ട്. അപ്പോൾ പാത്തു പറഞ്ഞ് നമുക്ക് പകുതിക്ക് നിറഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ ഭയങ്കര 1000ൻ്റെ മുകളിൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഒരു പാർക്കിൻ്റെ ഉള്ളിലൂട്ടിയാണ്. ഇതാണ് കുൽത്തൂർ പാർക്ക്, കുഞ്ഞേലുള്ള. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താ പറയുക, ഇപ്പം നമ്മൾ ഏറ്റവും നല്ല പാർക്ക് നമ്മൾ കണ്ട GCCയിലാണ്. ഇപ്പോൾ ഖത്തറിലാണ് ഏറ്റവും കൂടുതൽ പാർക്കില്ല. ഖത്തറിൽ കുറേ പാർക്കുണ്ട്, ദുബായിലാണെങ്കിൽ പാർക്ക് കൊണ്ട് കളിയാണ്, UAE, കുവൈത്ത് എല്ലായിടത്തുണ്ട്. പക്ഷേ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ GCCയിലെ ഒന്നുമല്ല നമുക്ക് തോന്നും. കാരണം ഇവർ മരം കൊണ്ടൊരു കളിയാണ് ഇവരത്. എവിടെ നോക്കിയാലും മരങ്ങളാണ്. മറ്റുള്ള ഗൾഫ് പാർക്കിൽ പുല്ലും ചെടിയും ആണെങ്കിൽ ഇവരത്തെല്ലാം മരമാണ്. അന്നേരം ഇവള് പറഞ്ഞു ഇവർക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വിചാരിക്കാണ്ട് നമുക്കൊരു ഓട്ടം കാണാൻ പറ്റി. സ്പോർട്ട് കുനിയ. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നിട്ട് ഇപ്പൊ ഒരു പഴയ കാല ചർച്ചിന്റെ മുമ്പിലെത്തിയേട്ടാ. കുറെ യൂറോപ്യൻസ് ആരുമില്ല. പണ്ടല്ലേ, പണ്ട് ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്തായിരിക്കോ. ഏകദേശം 1000 കൊല്ലം മുന്നേ ഉള്ള ഒരു പള്ളിയാണ് പറയുന്നത്. അപ്പൊ ഇഷ്ടംപോലെ യൂറോപ്യൻസ് ഇത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട റൂമിന്റെ അടുത്താണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. ഇത് ടൗണിന്റെ പേര് അലാദ്ദീൻ. ഇതാണ് അലാദ്ദീൻ. അലാദ്ദീന്റെ അത്ഭുത വിളക്ക്. അലാദ്ദീൻ. ഓക്കെ, ചെറിയ ടൗണാണ്. നമുക്ക് തോന്നുന്നത് നമ്മൾ ബ്ലൂ മോസ്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇത് കൊനിയെല്ലാം റൂമിനെ കുറിച്ച് അറിയുന്ന ആളുകൾ, അങ്ങനത്തെ എല്ലാ ആൾക്കാർ മാത്രമേ ഇവിടെ എത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇസ്താംബൂൾ വന്നിട്ട് മാത്രം അങ്ങ് പോയിക്കളി. പിന്നെ സാധനത്തിനെല്ലാം ഡ്രസ്സിനെല്ലാം 150 രൂപയ്ക്കെല്ലാം ഇതാ നല്ല പെയിൻറ്റും 50 രൂപേൻ്റെ പണിയും നോക്ക്. വാങ്ങിച്ചാലോ? വേണ്ട, ഞാൻ ഇതിനോട് കയറിയാൽ പിന്നെ ഫുള്ള് എടുക്കും. അതുകൊണ്ട് എൻ്റെ ദുർബല മനസ്സാണ്. ഒരു മിനിറ്റ്, ഇത് പാവാടയാ? കിട്ടിയ ചാൻസ് നോക്കിക്കളാ. സമയമില്ല, ശരിയാണ്. ഇതെന്ത് 2 മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് എപ്പോഴേ? ഇത് BC 1202 എടുത്ത പള്ളിയാണ്. അതായത് നമ്മളെ ഓട്ടോമാൻ്റെ ആ ഒരു കാലത്തുള്ള സംഭവം തന്നെ ശരിക്കും ആ പള്ളിയാട്ടെ ഇത്. ഇതിൻ്റെ മുന്നിലൂടെ എഴുതിയിട്ടുണ്ട്. ഈ ക്യാമി എന്നല്ല ജാമീന പറയാൻ, സീന അവർ ജാന കൂട്ടാൻ. സെലുക്കു ഡെവരി ബുസറ സിന്ദൻ സമദ്ദീൻ അൽത്തൂൻ. അപ്പം എന്താണ് സംഭവം? ഇതാണ് ആ പള്ളി. നോക്കിയട്ടെ, കല്ലുകളെല്ലാം കുഞ്ഞിഷ്ടിക ചെയ്ത്. ഇവിടെ കണ്ട ഫലസ്തീൻ സപ്പോർട്ട്. ഒരു ഫലസ്തീൻ സപ്പോർട്ട് ബോർഡ് ഉണ്ട് കേട്ടോ ഇവിടെ തുർക്കിയിൽ. കൊനിയ യാരി മാരത്തോണ്. ഇവരെ ഓട്ടം ഇനിയും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും പള്ളിയിൽ എത്തിയിട്ടില്ല. എത്ര സമയം ഇത്? നമുക്ക് സോക്സ് വേണ്ടേ? നമ്മള് എല്ലായിടത്തും ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട് ഓരോ ഷോപ്പിൽ. കേച്ചേനും അതും ഇതും എല്ലാം ഉണ്ട്. എവിടെയാണ് ഒരു കുപ്പി വെള്ളം? ഒരു കുപ്പി വെള്ളം വേണേനും. സൂൻ്റെ ആളിവിടെ ഇല്ല. സൂന്ന് പറഞ്ഞാൽ വെള്ളം. ഞാൻ പഠിച്ചില്ലേ? ഒക്കെയാണ് തോന്നുന്നു. എൻ്റെ തുർക്കിഷ് ഭാഷയിലിട്ട് നീ നെട്ടിയാ? ഇവിടെ നെട്ടുന്നില്ല. സൂ ഇക്കിത്താൻ വെച്ചാൽ ഒന്നാ? ഓക്കെ. ഇക്കിത്താന സൂസു അല്ല, സൂസു എന്ന് പറഞ്ഞാൽ രണ്ടായില്ലേ? സൂ ഒന്ന്, സൂസു സൂസു 2 സൂ. യെസ്, അതെ. അയ്യോ, ഓക്കെ ഓക്കെ. ഒരു വെള്ളത്തിന് എത്രയാ? കൂടുതലാ കുറവാ? നോർമൽ എത്തി. ഇതാണ് റൂമി, ജലാലുദ്ദീൻ റൂമിൻ്റെ പള്ളി. ആ ബേക്കിൽ നമ്മൾ കാണുന്ന മൂപ്പര ഖബറുള്ളതാണ് ആ പള്ളി. 1000 കൊല്ലം മുന്നേ 1200കളിലാണ് ജലാലുദ്ദീൻ റൂമി ജീവിച്ചിരുന്നത്. മൂപ്പര് ഇസ്ലാമിലെ വലിയൊരു മതപണ്ഡിതനാണ്. അതായത് അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ നമുക്ക് പറയാം. ചില ആൾക്കാർ ഇവിടെ ഔലിയായിട്ട് കാണും. മൂപ്പര് ഖബറിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, നമ്മൾക്കും ഓടാം. അപ്പോൾ ഇതിൻ്റെ ഈ പള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാം. ഇതിനു വേണ്ടി മാത്രമേ ഞാൻ ഇന്നലെ ഇവിടെ റൂം എടുത്ത് നിന്നത് പാത്തുൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇത് കൊനിയ ഇവിടെ ഇത് അതിന് ശേഷമുള്ള പള്ളിയാ. ഇത് അതിന്റെ പുറകിലുള്ള സൈഡാണ്. ഇത് സ്ത്രീകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള. ഇത് പെണ്ണുങ്ങൾക്ക് നിശ്ചയിക്കേണ്ട പള്ളിയാട്ടാ. രണ്ടും ഒരേ ആളാണ്. ഇതാണ് എടുത്തത് ഈ പള്ളി? അതെന്താണെന്നറിയാം, ഇത് രണ്ട് പള്ളികളാണ് ആക്ച്വലി. ഈ പള്ളി ഇത് ഷെൽജുക്കാണ് ഈ പള്ളി എടുത്തത്. പെണ്ണുങ്ങൾക്ക് കയറാനുള്ള സൈഡാണ് ഈ ഭാഗം.
ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലാണ്. തുർക്കി കൊനിയയിൽ. തുർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്ന ഓട്ടോമനാണ്. രണ്ടാമത്തെ ആള് റൂമിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി, ഏറ്റവും കൂടുതൽ കോപ്പികൾ US വിറ്റയച്ചത് മസ്നവി എന്ന് പറയുന്ന റൂമിൻ്റെ കവിതയാണ്. അപ്പോൾ ഈ ഒരു കേരള ടു ഇന്ത്യ, ഈ ഒരു UAE ടു ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തുർക്കി വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച 2 കാര്യമാണ്. ഒന്ന് ഓട്ടോമൻ്റെ ചരിത്രം ഇസ്തംബൂൾ, രണ്ടാമത് കൊനിയയിലുള്ള റൂമിൻ്റെ ഈ മക്ബറെ റൂമിൻ്റെ നാട്. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിൻ്റെ നാട്ടിലെത്തി. ഒരു ബ്ലോഗറിനേക്കാളും അപ്പുറത്ത് ഒരു ചരിത്രം അന്വേഷിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ യൂണിക്കായിട്ടുള്ള സ്ഥലങ്ങൾ പോയി നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ള ഒരൊറ്റൊരു ഉദ്ദേശത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. അപ്പം റൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ലോകത്തിന് ഏറ്റവും വലിയൊരു കവിയാണ്. മസ്നവി കവിതയിലൂടെയാണ് മൂപ്പര് ലോകം മുഴുവനും അറിയപ്പെട്ടത്. ഈ മസ്നവി എന്നുള്ള കവിതയിൽ മൂപ്പര് അള്ളാഹുവിനുള്ള ഹുബ്ബാണ് മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളത്. ഏകദേശം ഒരുപാട് പേജിൽ ഏറ്റവും വലിയ ഒരു ബുക്കാണ് ആ ഒരു മസ്നവി കിതാബ് നമ്മൾ ഉള്ളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ റൂമിൻ്റെ നാടായ, സൂഫിസത്തിൻ്റെ നാടായ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത വലിയാക്കളുടെ നാടായ കൊനിയയിലേക്ക് സ്വാഗതം. റൂമിയുടെ പള്ളിയിലേക്ക് കയറുമ്പോൾ ആദ്യമായി കാണുന്നത് അതിലേക്കുള്ള കവാടമാണ്. ഇവിടെയുള്ള ഖബറുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ ഖബറുകൾക്കും മുകളിൽ സൂഫികളുടെ തൊപ്പിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. കരിങ്കല്ലുകൊണ്ടും കല്ലുകൊണ്ടും പണിതെടുത്ത ഈ ഒരു തൊപ്പികളാണ് ഓരോ ഖബറുകളുടെയും പ്രത്യേകത. റൂമിയുടെ ശിഷ്യന്മാരുടെ ഖബറുകൾ കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ ഉമ്മമാരുടെ ഖബറുകളാണ്. സെപ്റ്റംബർ 30 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് റൂമിയുടെ ജനനം. പേർഷ്യക്കാരനെന്നും തുർക്കിഷ് എന്നും 2 രീതിയിലും റൂമിയെ വിളിക്കാം. റൂമിയുടെ പള്ളിക്കകത്ത് കയറുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ആത്മീയ ചൈതന്യം നമുക്ക് അനുഭവപ്പെടും. സൂഫിസത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ് റൂമി. എന്താണ് സൂഫിസം എന്ന് പഠിക്കാം. മസ്നവി എന്ന ലോക ശ്രദ്ധയാർന്ന കവിതയിലൂടെയാണ് റൂമി ശ്രദ്ധിക്കപ്പെടുന്നത്. റൂമിയുടെ ഖബറിനരികിൽ ഏറ്റവും അടുത്ത ശിഷ്യന്മാരുടെ ഖബറുകളും നിങ്ങൾക്ക് കാണാം. റൂമിയുടെ കൃതികൾ അധികമായി പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ടുള്ളവയാണ്. എന്നാൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തുർക്കിഷ്, അറബിക്, ഗ്രീക്ക് ഭാഷകളും ഉപയോഗിച്ചിട്ടുണ്ട്. കോന്യയിൽ രചിച്ച മസ്നവി പേർഷ്യൻ ഭാഷയിലെ ഏറ്റവും വലിയ കവിതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റൂമിയുടെ സ്വാധീനം രാജ്യപരിധികളും ജാതിമത ഭേദങ്ങളും അതിക്രമിച്ചിട്ടുണ്ട്. ഇറാനിയൻ, അഫ്ഗാനിയൻ, താജിക്കുകൾ, തുർക്കികൾ, കുർദുകൾ, ഗ്രീക്കുകാർ, മധ്യേഷ്യൻ മുസ്ലിങ്ങൾ, അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങളും കഴിഞ്ഞ 7 നൂറ്റാണ്ടിലേറെ കാലമായി അദ്ദേഹത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെ വിലമതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ പേർഷ്യൻ സാഹിത്യത്തെയും ഓട്ടോമൻ തുർക്കിഷ്, ചഗതായ്, പാഷ്തോ, കുർദിഷ്, ഉറുദു, ബംഗാളി തുടങ്ങിയ ഭാഷകളുടെ സാഹിത്യ പരമ്പരകളെയും ബാധിച്ചിട്ടുണ്ട്. റൂമിയുടെ പള്ളികൾ ചിലപ്പോൾ നമുക്ക് താജ്മഹലിനെ പോലും ഇന്ത്യയിലെ മറ്റുള്ള മുഗളന്മാരുടെ നിർമ്മിതിയുമായിട്ട് സാമ്യം തോന്നാം. ഖുർആന്റെ ലിഖിതങ്ങളിൽ കൊത്തിവെച്ച പലതും ഇവിടെയുണ്ട്. റൂമിയുടെ മക്ബറ വലിയൊരു ഔലിയായിട്ടാണ് അവിടുത്തെ ആളുകൾ കണക്കാക്കപ്പെടുന്നത്. ചില ആളുകൾ റൂമിയെ വലിയായും, ചില ആളുകൾ പണ്ഡിതനായും, ചില ആളുകൾ സൂഫി വര്യനായും ഒരു സാഹിത്യകാരനായും കണക്കാക്കപ്പെടുന്നു. ഇതാണ് റൂമിയുടെ മസ്നവി കവിത. പള്ളിയുടെ ഉള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട്. റൂമിയും പണ്ഡിതനായ ഷംസു തബ്രീസിയും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന സൂഫി ഡാൻസിൻ്റെ ഫ്ലൂട്ടുകളും അതിൻ്റെ പിയാനോകളും അതുപോലെ പലതും.
ഇന്നും റൂമിയുടെ കൃതികൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നത് ഗ്രേറ്റർ ഇറാനും പേർഷ്യൻ സംസാരിക്കുന്ന രാജ്യങ്ങളിലുമാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രൂപങ്ങളിലും പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. റൂമിയെ ഏറ്റവും ജനപ്രിയനായ കവി എന്നതുപോലെയും തുർക്കി, അസർബൈജാൻ, ദക്ഷിണേഷ്യയിലെ ജനപ്രിയനായ കവിയായും വിവരിക്കപ്പെടുന്നു. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള കവി എന്ന അംഗീകാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു സൂഫി വാര്യന്മാർ ജീവിച്ചത് എന്ന് കാണിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ടാബ്ലോ ആണിത്. അവരുടെ അടുക്കളയും അതുപോലെ അവർ സംസാരിക്കുന്ന രീതിയും ഒരു ചെറിയ ഹാളുമാണ് ഇവിടെ കാണിക്കുന്നത്. മെഴുകു പ്രതിമയിൽ തീർത്ത റൂമിയുടെ കാലം ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് യാത്ര ചെയ്യാൻ തോന്നിപ്പിക്കും. റൂമിയുടെ പണ്ഡിതനായ ഇബ്നു അറബി പറഞ്ഞൊരു വാക്കുണ്ട്, യാത്ര ആകേണ്ടത് ഇങ്ങനെ ആയിരിക്കണം: ദൈവത്തേക്കുള്ള യാത്ര, ദൈവത്തോടൊപ്പമുള്ള യാത്ര, ദൈവത്തിൽ നിന്നുള്ള യാത്ര. The great Muslim scholar Maulana Muhammad Jalaluddin renowned Sufi master Shams Tabrizi. 2 കടലുകൾ കൂട്ടിമുട്ടിയ സ്ഥലം എന്നാണ് ഈ സ്ഥലത്തിന് പറഞ്ഞത്. അതായത് മൗലാന റൂമിയും മൂപ്പരെ പണ്ഡിതനുമായ ഷംസ് തബ്രീസിയും കണ്ടുമുട്ടിയ സ്ഥലമാട്ടെ ഇത്. അവിടെ ഒരു തൂലിക പോലെ, എഴുത്തിൻ്റെ തൂലിക പോലെയാണ് അതിനെ വെച്ച് അടയാളപ്പെടുത്തിയത്. ഓട്ടോമൻ, അതായത് തുർക്കിയിലെ ഓട്ടോമൻ ഭരണത്തിൻ്റെ കുറച്ച് മുമ്പാണ് സെൽജുക്കുകൾ ഉണ്ടായത്. അപ്പോൾ സെൽജുക്കുകൾ കബറടക്കിയ മക്ബറയാണ് ഇത്. അതായത് വലിയൊരു ചരിത്രം ഇതിനുള്ളിലേ പുറം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അവരെ കബറടക്കിയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാൻ്റെ മുമ്പ് ഉണ്ടായ ആൾക്കാരാണ് സെൽജുക്കിൻ്റെ സമയത്താണ് ജലാലുദ്ദീൻ റൂമി ജനിക്കുന്നതും. മൂപ്പരെ കവിതയും കുറേ ശിഷ്യന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ഒരു 1000 കൊല്ലം മുമ്പുള്ള ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഇപ്പോഴും ഈ കബറുകൾ ഇവർ ആൾക്കാരെ വന്നിട്ട് കാണാനും കുറേയൊക്കെ ചരിത്രം പഠിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ചില സാധനങ്ങളൊക്കെ ആ കാലത്തേ ഉള്ളതാണ്. ഇത് അലാവുദ്ദീൻ ജാമിയ കേട്ടോ, അത്രയും പഴക്കമുള്ള ഒരു പള്ളിയാണ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം നിർമ്മിതിയും മാർബിളും കല്ലുമാണ് മെയിനായിട്ട്. കൊത്തുപണിയുണ്ടോ ഫുള്ളും കല്ലിൽ, എല്ലാം അള്ളാഹിൻ്റെ ഇസ്മുകളും ഖുർആനും അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്താണ് സെൽജുക്കുകളെ മക്ബറുള്ളത്. ഇവിടെ എല്ലാം ആരെന്നറിയാം: സുൽത്താൻ മസൂദ്, കിലിഗർസ്ലാൻ, റുക്നുദ്ദീൻ, ഗിയാസുദ്ദീൻ, അങ്ങനെ കുറേ രാജാക്കന്മാർ. 1156 മുതൽ 1253 വരെയുള്ള രാജാക്കന്മാർ. ഓട്ടോമാൻ്റെ കാലത്ത് മുമ്പുള്ളതാണ് ഇവർ. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഇവിടെ ഉണ്ട്. ഇതാണ് സെൽജുക്ക് രാജപരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരുടെ കബറുകൾ. അതായത് ഓട്ടോമാന് മുന്നേ ഈ തുർക്കി ഭരിച്ച ആളുകളാണ് ഇവർ. 9 ആളുകളാണ്, 9 രാജാക്കന്മാരാണ് നിങ്ങളിപ്പം കാണുന്ന ഈ കബറുകൾ. അപ്പോൾ ഓരോ രാജാക്കന്മാർക്കും വെട്ടിപ്പിടിച്ചതിന് കുറേ കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അന്ന് തുർക്കി രാജ്യം ഭരിച്ചിരുന്ന, അന്ന് തുർക്കി അല്ല അന്നേരം പറയുകയാണ് ഈ ഒരു സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ആൾക്കാർ ഇവർ. തുർക്കി എന്ന് പറഞ്ഞ രാജ്യം ലോക ചരിത്രത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. സെൽജുക്ക് മുതൽ ഓട്ടോമാൻ വരെ 1000 കാലം ഭരിച്ച ഒരു പ്രദേശമാണ് തുർക്കി. അപ്പോൾ തുർക്കുകളുടെ നാടാണ് തുർക്കി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ എനിക്ക് തോന്നുന്നു ഈ തുർക്കിയിലെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് യാത്ര ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന തുർക്കി. അപ്പോൾ ഇസ്തംബൂളും അങ്ങനെ റൂമിനെ കാണാൻ വേണ്ടി കൊനിയും വന്ന്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരു തുർക്കി പോയ അനുഭവം ഉണ്ടാക്കിത്തരിക എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം നമ്മൾ കൊനിയയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കുറേയൊന്നും വീഡിയോ എടുക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ കണ്ട ചില എക്സ്പീരിയൻസുകൾ നേരിട്ട് കണ്ടത് നിങ്ങൾക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗിലൂടെ കണ്ടിട്ട് നിങ്ങൾക്കും അത് കുറച്ച് അറിയാം അല്ലെങ്കിൽ അനുഭവിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം കുറേ തെറ്റുകളുണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അതായത് എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോസും കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചരിത്രപ്രധാനമായ കൊനിയ, റൂമിൻ്റെ നാടായ കൊനിയെന്ന്, സൂഫിസത്തിൻ്റെ നാടായ കൊനിയെന്ന് നമ്മൾ ഇറങ്ങുകയാണ്.